ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് മൃദുലയ്ക്ക് 3 മാസം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പം വയറൊക്കെ ഇച്ചിരി വിസിബിൾ ആയി വന്ന് തുടങ്ങി കേട്ടോ. അത് നേരത്തെ ഉണ്ട് വയർ വിസിബിൾ, കുറച്ചും കൂടെ വിസിബിൾ ആയി. അല്ല, നേരത്തെ നമ്മള് ഫുഡ് കഴിച്ചിട്ട് ഇന്ന് നമ്മൾ നേരെ ട്രിവാൻഡ്രം പോവുകയാണ്. 2 കാര്യമുണ്ട്. ഒന്ന്, ഇവക്ക് വേണ്ടിയിട്ടുള്ള കുറേ ഫുഡും കാര്യങ്ങളും വാങ്ങാനുണ്ട്. ലൈക്ക് ഇപ്പോഴാണ് ഡ്രൈ ഫ്രൂട്ട്സ്, സ്ട്രോബെറി, പേരയ്ക്ക, അങ്ങനെ കുറേ മിക്ക സാധനങ്ങളും ഇന്ന് വാങ്ങണം. ഗർഭിണികളെ കളിയാക്കി മുഖം പന്നലായി ചീത്തയായി മുഖം കുരു വന്ന് മാറിപ്പോകുന്ന പറയുന്ന. നീ കളിയാക്കിയില്ല, പക്ഷെ അങ്ങനെ പറയുന്ന. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും കൈ ഇങ്ങനെ ഒരു പിടുത്തോട്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഡാൻസ് കളിക്കായിരിക്കും. മനെ അടങ്ങും മനെ എന്ന് പറയുന്നത്. കുറച്ച് 3-4 ദിവസം കൂടി ഉള്ളൂ. അവർക്ക് ഇനി ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിന്റെ പേര് ഡബിൾ മാർക്ക് ചെക്ക് അല്ലേ. എൻ്റെ ഒരു ഫ്രണ്ട് അരവിന്ദ് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. ഇന്നിപ്പോൾ 5 മാസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് എന്തോ വീട്ടിൽ ചടങ്ങ് എന്തോ ഉണ്ടല്ലോ. ഈ 5 മാസത്തിൽ ഈ പലഹാരം അവർ പെണ്ണിൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണോ, അങ്ങനെ എന്തോ ചടങ്ങുണ്ട്. അത് 7-ാം മാസമാണ് അറിയിക്കാൻ പോകുന്ന ചടങ്ങ്. എനിക്ക് അറിയത്തില്ല, ലൈക്ക് എന്തോ ചടങ്ങുണ്ട്. അപ്പോൾ ഞാൻ അവൻ ഇന്നെ വിളിച്ചായിരുന്നു. അപ്പം ജസ്റ്റ് പോകുന്ന വഴിക്ക് നമുക്ക് അങ്ങോട്ടും കൂടി ഒന്ന് കയറണം. ഹേ ഗായ്സ്, അപ്പം ബാക്കി വീട്ടിലിട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഒരു മാട്രസ് വാങ്ങിച്ചിട്ടുണ്ട്. അറിയാലോ, ഞാനും കൊച്ചും പുതിയ മാട്രസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്ഛനും അമ്മയും പഴയ ഒരു മാട്രസാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മളൊരു ഫ്ലോയുടെ ഒരു മാട്രസും അതിൻ്റെ ബെഡ്ഷീറ്റ്, പില്ലോ, മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു ഫ്രണ്ട് നമ്മൾക്ക് സജസ്റ്റ് ചെയ്തതാണ്. കാരണം അവൻ്റെ വീട്ടിൽ യൂസ് ചെയ്തിരുന്ന അടിപൊളി മാട്രസാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് അവരുടെ ഫ്ലോയുടെ വെബ്സൈറ്റിൽ കയറി വാങ്ങുന്നത്. അപ്പം ഇത് ഫ്ലോയുടെ ബ്രാൻഡിൻ്റെ ആൻറ്റി ഗ്രാവിറ്റി മാട്രസ് ആണ്. അപ്പോൾ ലെറ്റ്സ് അൺബോക്സ് ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫ്ലോയുടെ ആൻറ്റി ഗ്രാവിറ്റി മാട്രസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ ആദ്യം പോയി ഇട്ട് നോക്കി കേട്ടോ. പക്ഷേ കട്ടില് കറക്റ്റല്ല. എല്ലി വെച്ച് സൈസ് കറക്റ്റല്ല. അപ്പോൾ കട്ടിൽ വാങ്ങണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊച്ചുവിൻ്റെ റൂമിൽ കൊണ്ടിട്ടേക്കുവാണ്. സത്യം പറയല്ല ഗൈസ്, ഞാൻ ആദ്യം ഇരുന്ന് നോക്കിയായിരുന്നു. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ഇല്ലേ ഗൈസ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മാട്രസിൽ ലാറ്റസിന്റെയും ചാർക്കോളിന്റെയും കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് 100% സേഫ് ആണ്, നോ അലർജിക്കും ആണ്. അതുപോലെ തന്നെ നമുക്കൊരു വാട്ടർ ഫ്ലോട്ടിംഗ് ആ ഒരു എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് ലഭിക്കും കേട്ടോ. ഈ ഒരു മാട്രസിൽ ഉപയോഗിച്ചിരിക്കുന്നത് റെസ്പോൺസീവ് ഫോം ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് പെയിൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഗൈസ്. ഇപ്പോൾ ഈ ഒരു മാട്രസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തൊരു സ്പെഷ്യൽ മോഷൻ ഐസൊലേഷൻ ഫീച്ചർ ഉണ്ട്. അതായത് നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ വേറൊരാൾ വന്ന് ഇരുന്നാൽ പോലും നമുക്ക് യാതൊരു ഇതിലോട്ട് ഡിസ്റ്റർബൻസും ഉണ്ടാവത്തില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്, നമ്മുടെ ബെഡിന്റെ സെന്ററായിട്ട് വെക്കുകയാണ്. എന്നിട്ട് ഇത് ഞാൻ ചാടാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഈ വെള്ളം തട്ടുമില്ലയോ നമുക്ക് നോക്കാമേ ഗൈസ്. അപ്പോൾ ഗ്ലാസ്സിന് യാതൊരു വിധത്തിലുള്ള അനക്കവും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഉറക്കത്തിൽ വേറൊരാൾ അടുത്ത് കിടന്നാൽ പോലും അവർക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. നമ്മുടെ മാട്രസിൽ പ്രൊട്ടക്ടറും അതുപോലെ തന്നെ ബെഡ്ഷീറ്റും പില്ലോ ഒക്കെ ഇട്ടുമ്പോൾ വേറെ ലെവലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല അടിപൊളി ഭംഗിയായിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഇതിന്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് 100 days റിട്ടേൺ പോളിസി ഉണ്ട്. അതായത് 100 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു മാട്രസ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റിട്ടേൺ അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതുകൂടാതെ 10 year വാറന്റി ഉണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ഇനി ഇതിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് ചാടാൻ പറ്റത്തില്ല. നമുക്ക് ഈ കട്ടിലൊടി ചാടിയ മോഷൻ ഐസൊലേഷൻ ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ വേറൊരു അടുത്ത് കിടന്നാൽ വേറൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അരവിന്ദിന്റെ വീട്ടിലാണ് പോകുന്നത്. അപ്പൊ മാളുവിന് ഏറ്റവും ഇഷ്ടം, എവക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് എവക്ക് ചക്കവറ്റില് ഭയങ്കര ഇഷ്ടമാണ്. അവക്ക് അതൊക്കെ തന്നെ ഞാൻ അരവിന്ദിനെ വിളിച്ച് ഭയങ്കര ഇഷ്ടമാണ്. ചക്കവറ്റില് ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്കും ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടം. ഞാനും തിന്നും. ചക്കവറ്റില് വാങ്ങിച്ചിട്ടുണ്ടോന്ന് പറഞ്ഞാൽ പൊട്ടിക്കുന്ന മൃദുല അത് തിന്നോണ്ടിരുന്ന ഫുള്ള് തിന്നെ. ഇരുന്നിരിപ്പിൽ മൊത്തം ഒരു കവറൊക്കെ മുതല് പണ്ടും ഇഷ്ടമാണ്. ചക്കവറ്റില് ഭയങ്കര ഇഷ്ടമാണ്. അറിയാനും ഉണ്ട്. എനിക്ക് അവസരം വരുവാടാ. ഞാൻ ഗർഭിണിയാവത്തില്ല എന്തായാലും. ഇപ്പൊ ഏട്ടന് ചില ദിവസം മൂഡ് സിങ്സാ ചോദിച്ചു നോക്ക്. അത് മനസ്സിലായില്ല. എനിക്ക് അത് തിന്നാൻ തോന്നുന്നു, ഞാൻ പോവാ. എടാ, അരവിന്ദിന്റെ വീട് അറിഞ്ഞൂടെ? പിന്നെ നീ അറിയാത്ത ആൾക്കാരുടെ ഗേറ്റ് തുറക്കുന്നത് നീ. ഇതാണ് അരവിന്ദ്.
എൻ്റെ കൂടെ ഏവിയേഷന് ഏതോ ഒരു അവത്തത്തി എന്നോട് പഠിച്ച ചേട്ടാ ഒരു വർഷം അങ്ങനെ പരിചയപ്പെട്ടാണ് ഈ മുതലിനെ. അവളെന്തി മുതൽ ഉറക്കമായി ചേട്ടാ, നേരത്തിന് നല്ല ഉറക്കമായി. ഇങ്ങോട്ട് വന്നോടിക്ക് ഫുള്ള് മഴയായിരുന്നു ചേട്ടാ. ആ കയറിയോ, അപ്പളാ വിളിക്കുന്ന കയറി. അവൻ്റെ ടാറ്റു കണ്ട വയസ്സ്, എൻ്റെ അമ്മൂമ്മ എന്നെ റോസ്റ്റ് ചെയ്യാത്ത ടാറ്റു കണ്ടിട്ട്. അതിൻ്റെ അർത്ഥം എന്തുവാ? അതിൻ്റെ അർത്ഥം കയ്യിലെന്താ അർത്ഥം ഉണ്ടോ അടിച്ചതിന്? അറ്റ്ലസാ? ആ, അതിനകത്ത് 5 പാമ്പും ഒരു പെണ്ണിന്റെ പടമുണ്ട്, വേറൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇതൊന്നും ഇല്ലായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. ഒരു ഉണ്ണിക്കുട്ടനായിരുന്നു. അപ്പൊ ഇങ്ങനെ ആയോ എന്തോ. മാളു എനിക്ക് അന്ന് എന്നാണ് അതിൻ്റെ അടുത്ത് നമ്മൾ ആദ്യം പറയുന്നത് കാര്യം. നമ്മള് പഠിക്കുന്ന സമയം തൊട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര വർഷത്തെ റിലേഷൻ ആയിരുന്നു? 6-7. 7 വർഷം കെട്ടി. അപ്പൊ എത്ര മാസം? ഇപ്പൊ എത്ര? 5. ഇന്നിവിടെ എന്തോ ഫംഗ്ഷനൊക്കെ ആയിരുന്നു കേട്ടോ. മറ്റേ 3 മാസം അല്ല 5 മാസത്തിൽ മറ്റേ പലഹാരമൊക്കെ കൊണ്ടുവന്ന ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരെ സിംറ്റംസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യൊക്കെയായിരുന്നു. ഞാൻ വാള് നിന്ന് ഒരു ദിവസം 3 വാള് വെച്ച് 4 വാള് വെച്ച് അങ്ങനെയൊക്കെ. അപ്പം ഇനി അടുത്ത എന്നാ ചെക്കപ്പ് എടുത്തത്? 20-ാം തീയതി. നമുക്ക് 17-ാം തീയതി. ടേക്ക് കെയർ, ബൈ. ഓ ശരിടാ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിത് നേരെ ഷോപ്പിംഗ് മോളിലോട്ട് വന്നിട്ടുണ്ട്. ഈ ഷോപ്പിംഗ് മോളാണോ ഇത്? ഹൈപ്പർ മാർക്കറ്റ് അല്ലേ? ഹൈപ്പർ മാർക്കറ്റ് ഷോപ്പിംഗ്. ഷോപ്പിംഗ്. അപ്പോൾ നമ്മൾ അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ്. നമുക്കിന്ന് കുറേ സാധനം വാങ്ങണം. മൃദുലയ്ക്കതേൻ്റെ ഒമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി. ഇന്ന് വെച്ചില്ലല്ലോ? രാവിലെ വെച്ചായിരുന്നു. ഡെയിലി അത് ഓരോന്ന് കമ്പൾസറി ആണ് കേട്ടോ. എന്തൊക്കെയാ വേണ്ടെന്ന് ഓർമ്മയുണ്ടല്ലോ, എല്ലാം എടുത്തോണേ. ഒന്നും ഓർമ്മയില്ല. അവിടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിന്റെ സെക്ഷനിലോട്ട് വന്നു കേട്ടോ. കിവി ആണോ? കിവി ഉണ്ട്. ഇത് മാംഗോ അല്ലേ? മാംഗോ, കിവി, മിക്സ്ഡ് ഉണ്ട്. എന്ത് വേണം? കിവി വാങ്ങാം ആദ്യം. കിവി എടുക്കോ? കിവി. പിന്നെ ഇത് വാൾനട്ട് എടുത്തോ. വാൾനട്ട് നല്ലതാണ്. വാൾനട്ട് കഴിക്കുമ്പോൾ കുട്ടിക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ടാകും. അതെ, അമ്മ കഴിച്ചില്ലായിരുന്നു. എന്റെ സമയത്ത് കഴിച്ചാൽ അങ്ങനെ ആയത്. എന്റെ സമയത്ത് ആ സമയത്ത് വാൾനട്ട് കഴിച്ചില്ലായിരുന്നു. എന്റെ സമയത്ത് വാൾനട്ട് കഴിച്ചു. ബദാം എടുത്തോ ബ്രോ, ഒരു 1/2 കിലോ എടുത്തോ. ബദാം അപ്പോൾ നമ്മൾ ഇതെടുത്തോ. നമ്മൾ ക്യാഷിനിട്ട് മസാല ക്യാഷ്, പിന്നെ നമ്മൾ വാങ്ങിച്ചു ബദാം വാങ്ങി, പിന്നെ നമ്മൾ കിവി വാങ്ങിച്ചു, പിന്നെ വാൾനട്ട് വാങ്ങിച്ചു. അതിനടുത്ത് നമുക്ക് പിസ്ത വാങ്ങാം കേട്ടോ. പിസ്ത എന്തോ പിസ്ത എന്തോ. ഓ ഇത് തൊലി ഇല്ലാത്തത്. അത് എളുപ്പമല്ലേ? തൊലി ഇല്ലാത്തതിന് വ്യത്യാസം കണ്ട. തൊലി ഉള്ളതിന് 1300, തൊലി ഇല്ലാത്തതിന് 2356. ഇതൊരു റോസപ്പൂടാ സോൾട്ടഡ്. ഇതെന്തിനാ സാധനം? റോസപ്പൂ അരച്ചതാ? ഇതെന്താ ഐറ്റത്? എനിക്ക് അറിഞ്ഞൂടുന്നത്. അല്ല, ഇത് ജെല്ലി കണക്കിരിക്കണേ. അതിലൊക്കെ ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നതായിരിക്കും. മേടിച്ചു വെച്ചു. ഇതെന്തൂടി ഐറ്റം വേണ്ടേ? ഫ്രൂട്ട്. കൊച്ചു പറഞ്ഞതിലൊരു ന്യായമുണ്ട്. കാര്യമായിട്ട് പറഞ്ഞത് തന്നെ. അട്ടയുടെ ഒരു ഷേപ്പ് ഇരിക്കോ? ഈന്തപ്പഴം എടുത്തോ ബ്രോ. ഇത് താമരയുടെ കുരുവാണ് കേട്ടോ. താമരയുടെ കുരുവാണ്. സീഡ്. അറിയാത്ത കുറെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കേട്ടോ. ഇതൊക്കെ തിന്നുമോ? പിന്നെ നമ്മൾ പണ്ട് എന്തോ താമര കുരു തിളച്ചിട്ടുണ്ടില്ല. അതേത് കുരു? നീ എവിടെ നിന്നാണ് പറയണ അറിയാം. ഇത് നിനക്കറിയായിരുന്നു ഇതിന് മുമ്പ് താമര കുരു കഴിക്കുമെന്ന് അറിയായിരുന്നോ? എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് താമരക്കുരു അല്ലേ? ഇത് നട്ടാ കിളിയോ? ഇതിന്ന് മറ്റേ പാട്ടുണ്ടായേ താമരക്കുരു. മോനെ അത് ശരിയാ. താമരക്കുരു തട്ട ഇല്ലല്ലോ. അത് മേടിച്ച് വീട്ടിൽ കൊണ്ടിട്ട് ഇട്ടാണ്. നമ്മൾ ഇവിടുന്ന് ഇറക്കി വിടാൻ ചാൻസ് ഉണ്ട്. നിനക്ക് വേണോ താമരക്കുരുവി? കഴിച്ചു നോക്കാൻ
മണം ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ആ എടാ മറ്റേ കപ്പലിൻ്റെ മണം. ഓ കപ്പലിൻ്റെ അടുത്തിരിക്കുന്നുണ്ടാ. അല്ല മണപ്പിച്ച് നോക്ക്, മണപ്പിച്ച് നോക്കടാ. ആടാ കപ്പലിന്റെ മണം അതാ ഞാൻ പറഞ്ഞത്. അതിന്റെ അടുത്തിരിക്കുന്നുണ്ടാന്ന് തോന്നുന്നു. ശരിയാ തോന്നുന്നു. ഈ താമരക്കുരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് തരുമോ? ഇത് അങ്ങനെയല്ലേ ഇതിരുന്ന തിന്നൂലല്ലേ ഇങ്ങനെ. നോട്ട് ഈറ്റിംഗ് ലൈക്ക് ദിസ്. ദിസ് ഈസ് നോട്ട് ഈറ്റിംഗ് ലൈക്ക് ദിസ്. കോസ്റ്റ്ലി ഹെൽത്തി ആണ് ചേട്ടൻ പറഞ്ഞു. ടേസ്റ്റിലാടാ. പോപ്കോൺ കണക്ക് ഇരിക്കുന്നു. എന്താ ടേസ്റ്റ് ഉണ്ട് താമരക്കുരി? ഒരു ടേസ്റ്റും ഇല്ല. നീ നോക്ക്. ലോട്ടസ് സീഡ്. മഖാന. നമ്മൾ പറയാനുള്ള കൈസ് നമ്മൾ മറ്റേ പോപ്കോൺ ഇല്ലേ, പോപ്കോൺ ഒരു ഫ്ലേവറും ഇല്ലാത്ത ചുമ്മാ ഉപ്പ് പോലും ഇടാത്ത പോപ്കോൺ കഴിക്കുമല്ലേ, അതേ ടേസ്റ്റാണ്. പക്ഷേ ഇത് ഭയങ്കര വൈറ്റമിനൊക്കെ ഉള്ള സംഭവമായിരിക്കും. വേണം മേടിച്ചോട്ടോ. ഗൈസ് അതിൻ്റെ കിലോ ഉണ്ടോ ഗൈസ്? ഒരു കിലോയ്ക്ക് 1300 രൂപയാണ് കേട്ടോ. പക്ഷെ മേടിക്കണം കേട്ടോ. കൊള്ളത്തില്ല, ടേസ്റ്റില്ല. പല്ലൂരി ഇളക്കി ചുറ്റുന്ന വേസ്റ്റഡ് കോമഡിയാണോ. ഇത്ര നേരം കൊള്ളായിരുന്നു, ഇപ്പൊ പോയി. എനിക്കിപ്പോ ഛർദ്ദിക്കണം. ഇപ്പൊ ആഗ്രഹിക്കുന്നത് എന്താണ് എത്രയും പെട്ടെന്ന് ഈ സെക്ഷനിൽ നമ്മൾ പോണം. നമ്മളെങ്ങനെയെങ്കിലും ഇട്ട് പറഞ്ഞു തന്നാ. ഇത് ഈന്തപ്പഴം കേട്ടോ. നമ്മളിപ്പോൾ കുറേ ഐറ്റം എടുത്തിട്ടുണ്ട്. പരണിക്കത് വെച്ചിരിക്കുന്ന നെല്ലിക്കല്ലേ നാരങ്ങ നോക്കിയത്. നാരങ്ങ ഡ്രൈഡ് ബ്ലാക്ക് ലെമൺ. ആ തന്നെ കുങ്കുമപ്പൂടാ. റോസാപ്പൂടാ. റോസൊക്കെ എഴുതി വെച്ചേക്കുന്നില്ലേ. റോസാപ്പൂ എത്രയാണ്? 1 കിലോ 1000 രൂപ. അവക്കാടോ തിന്നണ്ട, ഇളക്കം പിടിക്കും. നല്ലതാ. ഇളക്കം പിടിക്കും അവക്കാടോ. അവൻ തിന്നിട്ടുള്ള പോലെ. മാങ്ങ വേണ്ട, മാങ്ങ നമ്മളവിടെ ഉണ്ട്. എടുത്തോ കാടമുട്ട എല്ലാം ഇവരുടെ ചെല്ലു വലിയ പോക്ക്. ഇതുണ്ട്, ബെറി ഉണ്ട്, ബെറി. ആ ബ്ലൂബെറി. ഇതെന്താ പറയും? ആ സ്ട്രോബെറി എടുത്തോ. സ്ട്രോബെറി പുളിയടാ, പുളി നമ്മളവിടെ വേണ്ട ആർക്ക്. 99 രൂപ കേട്ടോ ഇത്രയും പുളിക്ക്. രണ്ടെണ്ണം എടുത്തോ. ഇത് അടിയിൽ കേടുണ്ടോ നോക്കണം കേട്ടോ. വേണ്ട, ഇത് നമ്മുടെ ചെറിയ അഴിവലുണ്ട്. അഴിവ് നല്ല നോക്കിയിടും. ഒരു കിവിയും കൂടി എടുക്കട്ടെ. കിവി വാങ്ങാം. കിവി നല്ലതാണ്. ഇതെല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ട് വാളും വെച്ച് ഇല്ലല്ലേ എവള് അവിടെ പോയി വാളും വെച്ചിട്ട് ഇതൊന്നും വേണ്ടെന്ന് പറയാം. എങ്ങനെയാണ് മുതലേക്ക് ഇടിയാണെങ്കിൽ എല്ലാം കഴിക്കും. കൊച്ചിലെ ചോളം എടുക്കാൻ വേണ്ടി പോവാ കേട്ടോ. ഒരെണ്ണം കൂടി എടുത്തു വേണമെങ്കിൽ. നെല്ലിക്ക എടുക്കണം കേട്ടോ. നെല്ലിക്ക ലിറ്റിൽ ഫാദറോ? ലിറ്റിൽ ഫാദർ. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും. അപ്പോൾ ഓക്കെ, നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി പോവാണ്. ഗായ്സ്, അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് പരിപാടി കഴിഞ്ഞ് കേട്ടോ. കുറേ സാധനങ്ങൾ എടുത്തു. ഇനി കുറച്ച് സാധനങ്ങൾ ലുലു മാളിലും കൂടി പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കടയിൽ നിന്ന് കിട്ടി, ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ഈ അവക്കാഡോ, കിവി അങ്ങനത്തുള്ള കുറച്ച് ഐറ്റംസ് നമ്മളെ ആ ഒരു സ്ഥലത്ത് കിട്ടത്തില്ല. അതെല്ലാം ട്രിവാൻഡ്രം തന്നെ കിട്ടത്തുള്ളൂ. നല്ല ഫ്രഷ് ആയിട്ട് അവക്കാഡോ ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടി കേട്ടോ. അവക്കാഡോ ഇനി ഷേക്കൊക്കെ രാവിലെ എണീറ്റ് ഷേക്ക് കുടിക്കണം. കൊച്ചി എവള് എല്ലാം മേടിച്ച് നോക്കി ഒന്നും കഴിക്കത്തില്ല. അപ്പൊ അവക്കാഡോ, സ്ട്രോബെറി ഇതെല്ലാം കൂടി മൂക്കിനിട്ട് ഐഡി. എന്തെങ്കിലും തിന്നിട്ട് അത് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനത് വെറുക്കും. ഈ യൂട്യൂബിൽ നോക്കിയിട്ട് നല്ല റെസിപ്പി നോക്കിയിട്ട് നല്ലൊരു ഷേക്ക് പൈസ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറാൻ വേണ്ടി പോവാ കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്ക് കഴിച്ചെന്ന്. സൂപ്പ് കുടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. സൂപ്പ് കുടിക്കാനല്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഈ സൂപ്പ് കുടിച്ചിട്ട് ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി മാളിലോട്ട് പോകും സിനിമയ്ക്ക്. നമ്മുടെ ടൊവിനോയുടെ മറ്റേ എന്തുകൊണ്ടാണ് സിനിമയുടെ പേര്? നടികർ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താ മുരിങ്ങാക്കോൽ സൂപ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മട്ടൻ മുരിങ്ങാക്കോൽ സൂപ്പ് കൊള്ളാല് ഇനിയുണ്ട്. പിന്നെ നമ്മൾ അപ്പം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടനാടൻ ചിക്കൻ കറി. ഞാൻ എടുക്കാൻ വേണ്ടി ഇപ്പൊ എടുത്തന്നെ മൃദുല അപ്പം. അത് അപ്പുറത്തെ ടേബിളിലായിരുന്നു. ചേട്ടന് മാറിപ്പോയതാ. ചിരി ഇവിടെ കഴിച്ചിരുന്നേ കൊച്ചു ഒരു അപ്പം എടുത്ത് ഇട്ടത്. സൂപ്പ് കുടിച്ചുകൂടി. നമുക്ക് മാത്രം ചട്ടിയില്ല. നമ്മൾ ആദ്യം ടേബിളിൽ കൊണ്ടുപോയി ചട്ടി ഉണ്ടായിരുന്നു. ചട്ടിയിലായാലും എങ്ങനെ തിന്നാ പോരെ. നീ അടുത്ത അവന്റെ വായിൽ നീ അടുത്ത് കമ്പിയാ. അതായത് ഞാൻ
ആക്കി വിളിച്ചത് നമ്മൾ അങ്ങനെ വിളിക്കത്തില്ലല്ലോ. ഇല്ല. ഏട്ടാന്ന് വിളിക്കും, എടാന്ന് വിളിക്കും, ഏട്ടാന്ന് വിളിക്കും ചിലപ്പോ. ഏട്ടാന്ന് വിളിക്കും. ഇത് രണ്ടും കൂടി ഭയങ്കര കോമ്പിനേഷനാണ്. ആൾക്കാർ ചോദിക്കും നമ്മള് ഒരു വയസ്സിനല്ലേ വ്യത്യാസമുള്ളൂ, എന്തിനാ ഏട്ടാന്ന് വിളിക്കുന്നത്? ചുമ്മാ വിളിച്ച് ശീലിച്ചു. അതിൻ്റെ കൂടെ ഡാന്നും വിളിക്കും, പേരും വിളിക്കും. ചിലവരെ ഏട്ടാന്ന് വിളിക്കും കേട്ടോ. മറ്റു പലത് വിളിക്കുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ കറി? ഈ അപ്പം കൂടി ഡെഡ്ലി കോംബോയാണ്. ചിക്കനും അങ്ങോട്ട് പറഞ്ഞോ. ഇവിടുത്തെ പൊറോട്ട നല്ല മുരിഞ്ഞ നല്ല അടിച്ച പൊറോട്ട, നമുക്ക് അടിപൊളി കേട്ടോ. ഷോപ്പിങ്ങിന് കുറച്ച് സ്റ്റുഡിയോയിലോട്ട് വന്നു കേട്ടോ. കുറച്ച് ടീഷർട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടീഷർട്ട് എടുത്തു. മൃദുലയ്ക്ക് ഇപ്പം വീട്ടിൽ പിന്നെ പഴയ ചുരിദാറൊക്കെ ടൈറ്റ് ആയിട്ട് ഇനി അവർക്ക് ഷോപ്പിങ്ങിന് വേണ്ടി നമുക്ക് ഒരു ദിവസം ഇറങ്ങണം. അപ്പോൾ ഇന്ന് അത്യാവശ്യം വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സലാണ് ഇപ്പോൾ കറക്റ്റ് സൈസ്. ഇനി ഇതിലും ആവും. അപ്പം ബില്ലടിച്ചിട്ട് വരാം ഗൈസ്. ക്യൂ കണ്ടിട്ട് കൊച്ചു എനിക്ക് ടീഷർട്ട് ഞാൻ പെട്ട് ഗൈസ്. അയ്യോ ഇത് ഇപ്പോഴൊന്നും നീങ്ങത്തില്ല കേട്ടോ. ക്യൂ നോക്ക്. സിനിമയ്ക്ക് വന്നിട്ട് ആരുമില്ല ഗൈസ്. എനിക്ക് ഒരു കറണ്ട് ഒരു 10 പേര്, ഒരു 10-12 പേര്. അത്രയ്ക്ക് നല്ല സിനിമ ആരും ഇല്ല. നമ്മുടെ ടോവിനോയുടെ മറ്റേ പടം നടികർ പടം കണ്ടിട്ട് വന്ന് താങ്ക് യു. അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും മാളിൽ ആരുമില്ല. നോക്കൂ, കാലിയായി കിടക്കുന്ന മാൾ. നമ്മൾ കയറുന്നത് എന്ത് തിരക്കായിരുന്നില്ലേ? 12 മണി എന്തോ ആവാറായിട്ടുണ്ട്. ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ നടികർ, ടോവിനോ തോമസിന്റെ നടികർ എന്നല്ലേ മൂവിയുടെ പേര്? നടികർ അങ്ങനെ കണ്ടിറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു മൂവി നിങ്ങൾക്ക്? എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യം പറയാം. പിന്നെ സൗവ്യം വന്നിട്ട് ഓരോ ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കത്തില്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു സംഭവം മാത്രമേ എനിക്ക് സിനിമയിൽ ഇഷ്ടപ്പെട്ടുള്ളൂ. മൂവിയുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പേരുള്ള കണക്ക് തന്നെ സിനിമയിലെ ഒരു സിനിമയാണ് കഥ എന്ന് പറയുന്നത്. ഒരു സിനിമയിലെ ആ സിനിമ ഒക്കെ ഭയങ്കര ബോറാണ്. ഒറിജിനൽ സിനിമ അങ്ങനെ അല്ല നമുക്ക് തോന്നും കാണുമ്പോൾ തന്നെ. ഒരു ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് ആ സീൻ ഭയങ്കര നാടകമായ ഒരുമാതിരിയായിരുന്നു. സിനിമയിലെ സിനിമ നമ്മളിപ്പോ ലാസ്റ്റ് കണ്ട് നമ്മളെ വിനീത് ശ്രീനിവാസന്റെ അന്ന് സിനിമയിലെ ഒരു സിനിമയായിരുന്നു. പടത്തില് കൊറേ കോമഡികള് ചീറ്റി പൊട്ടി പോയിട്ടുണ്ട്. അത് നമ്മളെ ഇൻസ്റ്റാഗ്രാമില് എട്ടായി കോഫി അങ്ങനെയൊക്കെ പറയുന്ന കുറെ വേർഡുണ്ടല്ലോ. ഒരു ലക്ഷറി ലൈഫും അത് ആ കാണിക്കുന്നൊക്കെ പൊളിയായിട്ട്. അത് മാത്രമല്ല ടോവിനോയുടെ കോസ്റ്റ്യൂംസ്, ലുക്ക്. അതുമല്ല ഫസ്റ്റിലൊരു കിസ്സടി സീനില്ലേ, അതെനിക്ക് നേരെ കാണാൻ പറ്റില്ല. ഞാൻ അപ്പോഴത്തെ കണ്ണിങ്ങനെ തിരുമ്പി. ഞാൻ അത് തിരുമ്പി നിന്റെ 100-200 രൂപ പോയി. ആകെപ്പാട് അതിനകത്ത് അതേ ഉള്ളായിരുന്നു. അപ്പൊ എന്തായാലും മൃദുലയ്ക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. ഇനി അവർക്ക് ഭയങ്കര ബോഡി പെയിൻ. ഇനി ആ വീട്ടിൽ ചെന്ന എവിടെയെങ്കിലും കിടന്നാ മതി എന്നായവർക്ക്. അപ്പൊ ഗൈസ്, അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ്. നമ്മുടെ എന്തോ പറയുന്നേ, മൃദുലയുടെ ഷോപ്പിംഗ് ആയിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇതെല്ലാം ഇനി കഴിച്ചാ മതി. കഴിച്ചില്ല എങ്ങനെ അപ്പം നിങ്ങളെല്ലാരും ഈ ഒരു വ്ലോഗ് എൻജോയ് എന്ന് വിചാരിച്ചുകൊണ്ട് ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. വിഷുടെങ്കിൽ subscribe. Ini adalah brand new nomor. Bye.